ഡ്രൈവിംഗ് പഠിക്കുന്ന മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടി ഓടിക്കുന്ന അധികം ആളുകൾക്കുള്ള ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് ഓഫായി പോകുന്നു, പിന്നീട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹാഫ് ക്ലച്ച് കറക്റ്റ് ആവുന്നില്ല, അത് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നതെന്ന്. എന്നാൽ ശരിക്കും അതല്ല അതിൻ്റെ ഒരു റീസൺ. അതിനൊരു വേറെ റീസൺ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട എങ്ങനെയെന്ന് വളരെ വിശദമായ വീഡിയോ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്കെങ്കിലും ഈ ഹാഫ് ക്ലച്ച് ആക്കുമ്പോൾ സ്ട്രെയിൻ ആവുന്ന പ്രശ്നമുണ്ട് കാലിന്. അങ്ങനെയുള്ള ആളുകൾ ഷൂസ് ധരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഹാഫ് ക്ലച്ച് ആക്കുന്ന സമയത്ത് ചില ആളുകൾ പറയും ഞാൻ അന്ന് രക്ഷപ്പെട്ടു, എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പോയി, എനിക്ക് എങ്ങനെയൊക്കെയോ ഹാഫ് ക്ലച്ച് കിട്ടി, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എന്തോ ഭാഗ്യത്തിന് കിട്ടിയെന്നൊക്കെ. അങ്ങനെയുള്ള ആളുകൾ കാലിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി ഇങ്ങനെ എടുക്കുന്നതിന് പകരം ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയിട്ട് ഉപ്പൂറ്റി ഫിക്സ് ചെയ്ത് മുകൾ ഭാഗം മാത്രം ഇങ്ങനെ പൊക്കിയിട്ട് ഹാഫ് ക്ലച്ച് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് ഓക്കെ ആവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഹാഫ് ക്ലച്ച് ആക്കാൻ കിട്ടാത്തതല്ല വണ്ടി ഓഫായി പോകുന്നത്. അതിൻ്റെ ബാക്കിൽ ഒരു റീസൺ ഉണ്ട്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയെന്ന് വിചാരിക്കാം. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഹോൺ അടിക്കുന്നുണ്ട്, ഭയങ്കര ടെൻഷനായിട്ടുണ്ടാവും. ആ സമയത്ത് വണ്ടി പെട്ടെന്ന് ഓഫായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താ? പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അത് കുറേ ഡിലേ ആവുന്ന ആളുകളുണ്ട്. എന്നാൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ വേഗം സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാഫ് ക്ലച്ച് ആക്കാൻ വേണ്ടിയിട്ട് നോക്കും. വണ്ടി പെട്ടെന്ന് ഓഫായി പോകും. നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യും, വീണ്ടും ഹാഫ് ക്ലച്ച് ആക്കാൻ നോക്കും. നിങ്ങൾക്ക് തോന്നും ഹാഫ് ക്ലച്ച് ആയിട്ടില്ല എന്ന്. അപ്പോൾ വീണ്ടും വണ്ടി ഓഫായി പോകും. ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളാണ് അധികം ആളുകളും ഫേസ് ചെയ്യുന്നത്. ഇവിടെ ആക്ച്വലി പ്രശ്നം ഹാഫ് ക്ലച്ച് ആവാത്തതല്ല, മറ്റൊരു കാരണമാണ് അവിടെ ഉള്ളത്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ വണ്ടി ഹാഫ് ക്ലച്ച് ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് റിലീസ് ചെയ്യണം. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വണ്ടി മുന്നോട്ട് പോവുകയുള്ളൂ. ഹാഫ് ക്ലച്ച് ആയിട്ടും ബ്രേക്ക് റിലീസ് ചെയ്യാതെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാല് കുറച്ചും കൂടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വണ്ടി ഓഫാവും. ഇവിടെ ഇങ്ങനെയുള്ള പാനിക്കായ സിറ്റുവേഷൻസിൽ കുറേ ആളുകൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഹോൺ അടിക്കുമ്പോൾ നിങ്ങൾ പേടിച്ച അവസ്ഥയിൽ ചെയ്യുന്ന എന്താണെന്നറിയോ? പലരും നിങ്ങൾ ഹാഫ് ക്ലച്ചൊക്കെ കറക്റ്റായിട്ട് ആക്കുന്നുണ്ട്, പക്ഷേ ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്യുകയില്ല. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയാണ്. പേടി വന്നു കഴിഞ്ഞാലുള്ള ആദ്യത്തെ പ്രശ്നം ബ്രേക്ക് വിടാൻ തോന്നൂല. ബ്രേക്ക് വിടാതിരുന്നാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് വണ്ടി ഓഫായി പോകും. നിങ്ങൾ ഹാഫ് ക്ലച്ചിലാക്കിയിട്ടുണ്ട്, അവിടുന്ന് വീണ്ടും ബ്രേക്ക് വിടാതെ ക്ലച്ച് കുറച്ചും കൂടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വണ്ടി ഓഫാവും. ഇതിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പല പ്രാവശ്യം ട്രൈ ചെയ്യും, ബ്രേക്ക് വിടുകയില്ല, ഹാഫ് ക്ലച്ച് ആയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും, വണ്ടി ഓഫായി പോകും. ഇതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ തിരക്കുള്ള ട്രാഫിക്കിലൊക്കെ ഹാഫ് ക്ലച്ച് ആക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് എന്താണ്? ബ്രേക്ക് കറക്റ്റായിട്ട് റിലീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. റിലീസ് ചെയ്യാൻ താമസം, അതാണ് ശരിക്കും വണ്ടി ഓഫായി പോകുന്നത്. അല്ലാതെ ഹാഫ് ക്ലച്ച് കിട്ടാഞ്ഞിട്ടല്ല. ഹാഫ് ക്ലച്ച് നിങ്ങൾ ഏകദേശം ആക്കുക, അതേസമയത്ത് ബ്രേക്ക് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വണ്ടി മുന്നോട്ടേക്ക് പോകും, ഓഫായി പോവില്ല. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, വണ്ടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്യരുത്. അവിടെ തന്നെ ഹാഫ് ക്ലച്ച് ആക്കിയ പൊസിഷനിൽ തന്നെ വെക്കുക. വണ്ടി മുന്നോട്ടേക്ക് പോയിക്കോട്ടെ. ടയർ കൃത്യമായിട്ട് ഉരുളാൻ തുടങ്ങുമ്പോൾ മാത്രമേ ക്ലച്ചിൽ നിന്ന് കാല് ഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അധികം ആളുകളും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് കാല് പെട്ടെന്ന് എടുക്കും, അപ്പോഴാണ് വണ്ടി പെട്ടെന്ന് ഓഫായി പോകുന്നത്. ഇനിയൊരു കാര്യം മനസ്സിലാക്കുക, ഹാഫ് ക്ലച്ച് ആയോ ഇല്ലേ എന്ന് എങ്ങനെ അറിയുന്നു ചില ആളുകൾ ചോദിക്കാറുണ്ട്. ചെറിയൊരു വൈബ്രേഷൻ വണ്ടിക്ക് ഫീൽ ചെയ്യും ഹാഫ് ക്ലച്ച് ആവുന്ന സമയത്ത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഫീൽ ചെയ്യും. ആ ഒരു തുടക്കത്തിൽ നിങ്ങൾ കാല് കൃത്യമായിട്ട് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ബ്രേക്ക് റിലീസ് ചെയ്യുക. പറഞ്ഞ കാര്യം ഓർമ്മയിൽ വെക്കുക, ബ്രേക്ക് റിലീസ് ചെയ്യണം. പല ആളുകളും ചെയ്യുന്നില്ല, പേടിച്ചിട്ട് കാല് അവിടെ തന്നെ വെക്കുന്നു. ഇതാണ് പലർക്കും മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടി ഓടിക്കാനുള്ള ഒരു പേടി, പ്രത്യേകിച്ചും ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്ക്. പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കൂ, ബ്രേക്ക് പെട്ടെന്ന് റിലീസ് ചെയ്ത് നോക്കൂ. ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ക്ലച്ച് ഹാഫ് ആക്കുക, ചെറിയ വൈബ്രേഷൻ വരുന്ന ഉടനെ തന്നെ ബ്രേക്ക് റിലീസ് ചെയ്യുക. ബ്രേക്ക് റിലീസ് ചെയ്യാൻ ഒട്ടും താമസം എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ ഈ ഓഫാകുന്ന പ്രശ്നം ഉണ്ടാവും. ഒന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ആരും ഇങ്ങനെ പേടിച്ച് മടിച്ച് നിൽക്കണ്ട. എല്ലാവർക്കും കഴിയും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ മനസ്സാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രസൻസ് ഓഫ് മൈൻഡ് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഡ്രൈവിങ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടും വെറുതെ ടെൻഷൻ ആയി കഴിഞ്ഞാൽ, വെറുതെ പാനിക് ആയി കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഈ പറഞ്ഞ പോലെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാനൊന്നും തോന്നൂല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.